പലപ്പോഴും ജീവിതത്തിനകത്ത് ആൾക്കാർ പല വിഷയങ്ങൾക്കകത്തൂടെ കടന്നു പോകുമ്പം അവർ ചോദിക്കും, ദൈവം എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ദൈവമല്ലേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തിന്മ അനുവദിച്ചത്? ദൈവമല്ലേ ഈ രോഗം വരുത്തിയത്? ദൈവമല്ലേ ഈ പ്രതിസന്ധി കൊണ്ടുവന്നത്? ദൈവമല്ലേ ഇതിനെല്ലാത്തിനും കാരണം? പലവരും ഒരിച്ചിരിയും കൂടെ മുന്നോട്ട് പോയിട്ട് അവർ പറയും, ദൈവം തന്നതാ ഇതെല്ലാം, അപ്പോൾ ഇതെല്ലാം സ്തോത്രം പറഞ്ഞ് അങ്ങ് എടുക്കാം. നാശമാണേലും കൊള്ളുന്നതാണേലും അവർ പറയും, കുറേ നാളൊക്കെ നമ്മൾ നന്മ അനുഭവിച്ചില്ലേ, ഇനിയും തിന്മയുള്ളതും ആ തിന്മയും നമുക്ക് ദൈവം തന്നതല്ലേ, നമുക്കതങ്ങ് അനുഭവിക്കാം, സാരമില്ല. നന്മയ്ക്ക് സ്തോത്രം പറഞ്ഞതുപോലെ തിന്മയ്ക്കും നമ്മൾ സ്തോത്രം പറയാം എന്ന് പറയും. ചിലവർ അതിലും മുന്നോട്ട് പോയിട്ട് അവർ പറയും, ജീവിതത്തിനകത്ത് ഒരു കുന്നുണ്ടെങ്കിൽ അതിനൊരു താഴ്ചയും കൂടി ഉണ്ട് കേട്ടോ, നമ്മളത് സ്വീകരിച്ചേ പറ്റൂ. അപ്പോൾ എന്ത് പറ്റി? അഡ്ജസ്റ്റ് ചെയ്തു, അക്കോമഡേറ്റ് ചെയ്തു, കോംപ്രമൈസ് ചെയ്തു. പലവരും അങ്ങനെ ചിന്തിച്ചു പോകും അല്ലേ? പക്ഷെ ദൈവവചനത്തിനകത്ത് എന്താ എഴുതിയിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം ഒരിക്കലും ആർക്കും ഒരു തിന്മയും ചെയ്യത്തില്ല. ദൈവം ഒരു തിന്മയും അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് നന്മ മാത്രമേ ഉള്ളൂ. സ്തോത്രം. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 17-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു. ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 17 ഇങ്ങനെ പറയുന്നു, whatever is good and perfect comes down to us from God our Father, who created all the lights in the heavens. He never changes or casts a shifting shadow. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരം ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴൽ പോലും ഇല്ല. ആമേൻ. മാറ്റമോ മാറ്റത്തിൻ്റെ നിഴൽ പോലും ഇല്ലാത്ത സ്വർഗത്തിലിരിക്കുന്ന നല്ല അപ്പായിൽ നിന്ന് വചനം പറയുന്നു, നല്ലത് മാത്രമേ വരത്തുള്ളൂ. ഇന്ന് എന്നെ കേൾക്കുന്നവർ പറയണം, സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് നല്ലത് മാത്രമേ വരത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു തിന്മയും വരത്തില്ല ദൈവത്തിൽ നിന്ന്. ദൈവം നല്ലവനാണ്. വചനം ഉറപ്പോടെ നമ്മളോട് പറയുന്നു, ദൈവം നല്ലവനാണ്. നല്ലവനിൽ നിന്ന് നല്ലത് മാത്രമേ വരത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവം തിന്മയില്ലാത്തവനായതുകൊണ്ട് ഒരിക്കലും ദൈവത്തിൽ നിന്ന് തിന്മ വരത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് നന്മ മാത്രമേ വരത്തുള്ളൂ. ഈ അറിവ് നമുക്ക് സമാധാനം തരും. ഈ അറിവ് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകും. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? തിന്മകളൊക്കെ വരുമ്പം ആൾക്കാർ പറയും, ഈ തിന്മയും ദൈവം അനുവദിച്ചത്, ഈ തിന്മയും നമുക്ക് സ്വീകരിക്കാം. നമ്മൾക്കൊരു കുറച്ച് നാൾ നല്ലതല്ലായിരുന്നോ, ഇനി ഈ മോശമായ കാര്യം എന്ത് ചെയ്യാനാ? ദൈവം അനുവദിച്ചതല്ലേ. പലപ്പോഴും എന്ത് സംഭവിക്കും? അത് ദൈവം അനുവദിച്ച തിന്മയാണെന്ന് വിശ്വസിച്ച് അവിടെ ഇരിക്കും. പിന്നെ ആ തിന്മ മാറത്തില്ല. ഹല്ലേലൂയ. കുറേ കഴിയുമ്പം ദൈവമായിട്ട് പിണക്കമുണ്ടാവും, ദൈവമായിട്ട് വഴക്കിടും. ചിലവർ പറയും, ഏതായാലും ദൈവം തിന്മ അനുവദിക്കുന്നവനാ. കുറേ നാൾ കഴിയുമ്പം കുറേ നാൾ കഴിയുമ്പം എന്ത് ചെയ്യും? ആ വ്യക്തികൾക്ക് ദൈവത്തിനോട് പിണക്കമുണ്ടാവും. എന്നുവെച്ചാൽ അവർ അക്സെപ്റ്റ് ചെയ്തു ദൈവം തിന്മ ചെയ്തു എന്ന്. പക്ഷേ ദൈവവചനം ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. വചനം യാക്കോബിൻ്റെ 1:17 പറയുന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും സ്വർഗത്തിൽ നിന്ന് നമ്മളുടെ പിതാവിൽ നിന്ന് വരുന്നു. എന്നൊരു വചനം പറയുന്നു, അവൻ സ്വർഗത്തിലുള്ള സകല വെളിച്ചങ്ങളും ഉണ്ടാക്കിയവൻ. നമ്മൾക്ക് വേണ്ടി ഇരുട്ടിൽ വെട്ടം കാണാൻ പോലും, ആ ഇരുട്ടിനകത്തു പോലും വെട്ടം കാണാൻ വേണ്ടി സ്വർഗത്തിലുള്ള സകല വെളിച്ചങ്ങളും ഉണ്ടാക്കിയ നല്ല ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന് മാറ്റമില്ല, മാറ്റത്തിൻ്റെ നിഴൽ പോലുമില്ല. കുറച്ചു പേർക്ക് നല്ലത് ചെയ്തിട്ട് കുറച്ചു പേർക്ക് തിന്മ അനുവദിക്കുന്ന കർത്താവല്ല എൻ്റെ ദൈവം. നല്ലത് മാത്രമേ അനുവദിക്കത്തുള്ളൂ. രോഗം വരുന്നത് ദൈവത്തിൽ നിന്നല്ല. സാമ്പത്തിക തകർച്ചകൾ വരുന്നത് ദൈവത്തിൽ നിന്നല്ല. ഹല്ലേലൂയ. കടഭാരങ്ങൾ വരുന്നത് ദൈവത്തിൽ നിന്നല്ല. കുടുംബത്തിനകത്ത് അസമാധാനം കൊണ്ടിരുന്നത് ദൈവത്തിൽ നിന്നല്ല. മക്കൾ പഠിക്കാതെ വഴിതെറ്റിപ്പോകുന്നത് ദൈവത്തിൽ നിന്നല്ല. അതെല്ലാം തിന്മയുടെ ശക്തിയാണ്. അത് ദൈവം കൊണ്ടിരുന്നതല്ലെങ്കിൽ അത് പിശാചിൻ്റെ മുതൽക്കൂട്ട. ഹല്ലേലൂയ. യോഹന്നാൻ്റെ സുവിശേഷം
10-ാം അധ്യായത്തിനകത്ത് വചനം 10-ന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, കള്ളൻ വരുന്നതോ മുടിപ്പാനും കട്ടെടുക്കുക. The thief's purpose is to steal and kill and destroy. My purpose is to give them a rich and satisfying life. എന്ന് വായിക്കാം. മോഷ്ടിക്കാനും കൊല്ലാനും മുടിക്കാനുമല്ല. കണ്ടോ, മോഷ്ടിക്കാനും കൊല്ലാനും മുടിപ്പാനും എന്ന് വെച്ചാൽ സമാധാനം മോഷ്ടിച്ചെടുക്കാൻ, ആരോഗ്യം മോഷ്ടിച്ചെടുക്കാൻ, കൊല്ലാൻ, മനുഷ്യരെ കൊല്ലാൻ, നശിപ്പിക്കാൻ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ, നശിപ്പിക്കുന്നത്, അതൊക്കെ ആരുടെ ജോലിയാണ്? കള്ളൻ്റെ ജോലിയാ. കള്ളൻ എന്നിവിടെ ഉദ്ദേശിക്കുന്ന കള്ളം പറയുന്നതോ എന്ന് വെച്ചാൽ പിശാചിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പം കള്ളൻ്റെ ജോലി എന്താണ്? കള്ളത്തരം. അപ്പം എന്താണ് കള്ളത്തരം വിട്ടുകൊടുക്കുക? ഈ അന്നേരം ആ ചിന്ത പോലും, ഈ ദാരിദ്ര്യം അല്ലെങ്കിൽ ഈ സാമ്പത്തിക തകർച്ച അനുവദിച്ചത് ദൈവമല്ലേ എന്ന ആ ഒരു ചിന്ത പോലും, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തോട്ട് ഉണ്ടാകുന്നത് പോലും കള്ളത്തരത്തിന്, അത് കള്ള തോട്ടാണ്. അത് പിശാചിൻ്റെ ജോലിയാണ്. ചിലവർക്ക് രോഗം വന്ന് കുറേ നാൾ കഴിയുമ്പം അവരുടെ അകത്ത് അങ്ങ് വരും, ഓ കുറേ നാളായില്ലേ ഈ രോഗം, ഇതിനി എന്നെ വിട്ടുപിരിഞ്ഞു പോകത്തില്ല. കണ്ടോ, അതൊരു കള്ളത്തോട്ട. എന്നുവെച്ചാൽ ദൈവവചനം പറയുന്നു, ഹല്ലേലൂയ, അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. അപ്പം ആ സത്യത്തിൻ്റെ എതിരായി പറയുന്നതെല്ലാം കള്ളത്തരമാണ്. ഇതെൻ്റെ കൂടപ്പുറപ്പായി ഈ രോഗം, അല്ലെങ്കിൽ ഈ സാമ്പത്തിക തകർച്ച, ഞാൻ എവിടെ പോയാലും ഇതുണ്ടാകും. ചിലവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അവരിങ്ങനെ പറയും, ഓ ഞാൻ എവിടെ ജോലിക്ക് പോയാലും അവിടെ ഒരിക്കലും ഒരു സമാധാനവും ഉണ്ടാവത്തില്ല. അവിടെ അത് ദൈവത്തിൻ്റെ ഹിതമാണ്. ഞാൻ ജോലി ചെയ്യല്ലേ, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യണം. ഞാൻ പറയും, ചിലവർ ഫുൾ ടൈം മിനിസ്ട്രിക്കൊക്കെ ഇറങ്ങുന്നവർ, അവർ പറയും, അത് ഞാൻ എവിടെ ജോലിക്ക് പോയാലും ഒരിക്കലും ശരിയാവത്തില്ല, അത് ദൈവം കാണിക്കുന്നതാ ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങാൻ. പൗലോസ് അപ്പോസ്തലൻ പോലും വേല ചെയ്ത്, കയ്യും കൊണ്ട് വേല ചെയ്ത് അധ്വാനിച്ച് പണമുണ്ടാക്കിയ സുവിശേഷ വേലയ്ക്ക് നിന്നത്. അധ്വാനിക്കുന്നത് ദൈവത്തിന് ഇഷ്ടം തന്നെയാണ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ദൈവം ഇടപെടും. എന്താണ് ആ ജോലി സ്ഥലത്ത് പോയിട്ട് സമാധാനം നഷ്ടപ്പെടുത്തുന്നത്? അത് ദൈവമല്ല ചെയ്യുന്നത്. ദൈവം ആരുടെയും സമാധാനം നഷ്ടപ്പെടുത്താൻ നടക്കുന്നവനല്ല. ആയിരുന്നുവെങ്കിൽ യേശു കർത്താവ് ആ ഭയന്ന് നിൽക്കുന്ന ശിഷ്യന്മാരുടെ നടുവിലോട്ട് ആ ഭിത്തിയിലൂടെ കയറി ചെന്നിട്ട് അവരോട് പറയത്തില്ലായിരുന്നു, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെന്ന്. അപ്പം ദൈവം, ഹല്ലേലൂയ, എൻ്റെ യേശുവിൻ്റെ കയ്യിൽ അസമാധാനമല്ല, സമാധാനമാണ് ഉണ്ടാവുന്നത്. ജോലി സ്ഥലങ്ങളിൽ പോകുന്നിടത്തൊക്കെ സമാധാനക്കേട് ഉണ്ടാകുന്നെങ്കിൽ സമാധാനം നൽകുന്നവനോട് പ്രാർത്ഥിക്കണം. അല്ലാതെ അത് ദൈവത്തിൻ്റെ അടയാളമല്ല. ഇനി ഒരിക്കലും ജോലി ചെയ്യല്ലേ, വെറുതെ എവിടെയെങ്കിലും കുത്തിയിരിക്കണമെന്ന്. അത് പിശാച് കൊണ്ടിട്ട് കള്ളത്തരമാണ്, വലിയ നുണയാ കൊണ്ടിട്ടത്. എന്താ, നീ പോകുന്നിടത്ത് നിനക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ലെന്ന്. വചനം എന്താ പറയുന്നത്? ഞാൻ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും, അല്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ ജോലിക്ക് പോകുന്നത് ദൈവത്തിന് ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ വരുമാനം വന്നാൽ എനിക്ക് എന്തിനുപയോഗിക്കാൻ പറ്റും? ഇത് ദൈവരാജ്യത്തിന് കൊടുക്കാൻ പറ്റും, അനേകരെ എനിക്ക് സഹായിക്കാൻ പറ്റും. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. എൻ്റെ കയ്യിൽ ഉണ്ടാക്കുന്ന നന്മയും കൊണ്ട് ഞാൻ അനേകർക്ക് വായ്പ കൊടുക്കുന്നത്, അനേകരെ സഹായിക്കുന്നത്, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഹല്ലേലൂയ. ഞാൻ എവിടെയെങ്കിലും പോയി, ജോലി സ്ഥലത്ത് പോയി അസമാധാനം, അല്ലെങ്കിൽ വീടുകളിൽ പോയാൽ അസമാധാനം, നോ, അത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ല. അത് പിശാച് തലയ്ക്കകത്തിട്ടിരിക്കുന്ന കള്ളത്തരമാണ്. ദൈവത്തിനകത്ത് നല്ലതേ ഉള്ളൂ, ദൈവത്തിനകത്ത് സമാധാനമേ ഉള്ളൂ, ദൈവത്തിനകത്ത് സ്വസ്ഥത മാത്രമേ ഉള്ളൂ. എൻ്റെ ദൈവത്തിനകത്ത് വളർച്ചയും ഉയർച്ചയും നന്മയും മാത്രമേ ഉള്ളൂ. ഇന്ന് അതിനെതിരായി എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിനെ അവിടെ വെച്ച് അടിച്ചോടിക്കണം. അങ്ങനത്തെ അസ്വസ്ഥതകളെയും അസമാധാനത്തിനെയും ദാരിദ്ര്യത്തിനെയും ബുദ്ധിമുട്ടിനെയും രോഗത്തിനെയും ഇന്ന് പുറത്താക്കിയിട്ട് പറയണം, എൻ്റെ കർത്താവിനകത്ത് നല്ലത് മാത്രമേ ഉള്ളൂ. എൻ്റെ ദൈവം സ്വസ്ഥ
സ്വസ്ഥത അനുവദിക്കുന്നവനാ, സമാധാനം അനുവദിക്കുന്നവനാ, രോഗസൗഖ്യം നൽകുന്നവനാ. എൻ്റെ യേശു നല്ലവനാ. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 38-ാം വാക്യത്തിനകത്ത് ഇങ്ങനെയാ പറയുന്നത്, ആൻഡ് യു നോ ദാറ്റ് ഗോഡ് anointed Jesus of Nazareth with the Holy Spirit and with power. Then Jesus went around doing good and healing all who were oppressed by the devil, for God was with him. കണ്ടോ, നസറത്തുകാരനായ യേശു ക്രിസ്തുവിനെ ദൈവം അഭിഷേകം ചെയ്ത് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറച്ചിട്ട് യേശു പോയ വഴിയിലെല്ലാം നന്മ ചെയ്തു. ഹല്ലേലൂയ. യേശു വന്നത് ജീവൻ നൽകുവാനും ജീവൻ സമൃദ്ധിയായി നൽകുവാനും വന്നവനാ. യേശു വന്നത് നല്ലത് ചെയ്യാനാ. യേശു വന്നത് ദാരിദ്ര്യം മാറ്റാൻ, നാണക്കേട് മാറ്റാൻ അല്ലയോ? അല്ലെങ്കിൽ സക്കിയോസിൻ്റെ അടുക്കൽ ചെന്നിട്ട് സക്കിയോസിനെ ഇത്ര നല്ലവനായിട്ട് കണ്ടിട്ട് സക്കിയോസിനെ ആർക്കും ഇഷ്ടമില്ലായിരുന്നു, ആ ദേശത്ത് ആർക്കും ഇഷ്ടമില്ലായിരുന്നു. യേശുവിന് പറയാമായിരുന്നു, അവൻ ചുങ്കക്കാരനല്ലേ, ഹീ ഡിസേർവ്സ് ദിസ് എന്ന് പറഞ്ഞു പോകാമായിരുന്നു. പക്ഷേ ആ നീചനായവനെ, ആർക്കും ഇഷ്ടമില്ലാത്ത ആ പാപിയെ തേടി യേശു കർത്താവ് ആ പട്ടണത്തിൽ വന്നിട്ട് അവനോടൊപ്പം ഇരുന്ന് അവനോടൊപ്പം ഭക്ഷണം കഴിച്ച് അവൻ്റെ അകത്തുനിന്ന് നന്മയെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവൻ യേശുവിനോടൊപ്പം നടന്നപ്പം അവൻ എന്തു പറഞ്ഞു? ഗുരു, ഞാൻ ഈ ജനത്തിൻ്റെ അടുക്കൽ നിന്ന് എടുത്തതിൻ്റെ 4 ഇരട്ടി ഞാൻ ഇവർക്ക് മടക്കി കൊടുക്കാം. അല്ലേ? യേശു എത്ര നല്ലവനാ. ഒരു കൊടും പാപിയെ പോലും മാനസാന്തരപ്പെടുത്തി അവൻ്റെ ഹൃദയത്തിനകത്തെ ചിന്തകളെ നല്ലതാക്കിയെടുത്തു. ആ ദേശത്തെ വെറുപ്പ് അവനോടുള്ളത് മാറ്റിക്കളഞ്ഞു. യേശു എത്ര നല്ലവനാ. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ പറയും, അവനല്ലേ, അവൻ കൊള്ളാത്തവനാ, ഹീ ഡിസേർവ്സ് ദിസ്, അവനെ എല്ലാവരും വെറുക്കണം, അങ്ങനെ തന്നെ വേണം എന്ന് മനുഷ്യർ പറയും. അല്ലേ? പക്ഷേ യേശു നല്ലവനായതുകൊണ്ട് പാപിയായവനെ പോലും വന്നിട്ട് അവൻ്റെ ചിന്തകളെ പോലും മാറ്റിയെടുത്തു. ഹല്ലേലൂയ. ദൈവം നല്ലവനല്ലയോ? ഹല്ലേലൂയ. ദൈവം നല്ലവനാ. ഹല്ലേലൂയ. തിരുവചനം ഇവിടെ പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 10:38 പറയുന്നു, യേശു വന്നിട്ട് നല്ലത് ചെയ്തു. യേശു രോഗങ്ങളെ സൗഖ്യമാക്കി. ബന്ധസ്ഥരായിരുന്ന പിശാചിൻ്റെ കീഴിൽ ബന്ധിതരായവരെ വിടുവിച്ചു. എന്തുകൊണ്ടെന്നാൽ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മളോട് കൂടെ ദൈവമുണ്ട്. സ്തോത്രം. ഒരു വേണ്ടാത്ത കാര്യവും സ്വീകരിക്കല്ല. ഹല്ലേലൂയ. യേശു കർത്താവ് വന്നത് ബന്ധസ്ഥരെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയാ, ഇരുട്ടിൽ കിടക്കുന്നവരെ പ്രകാശത്തിൽ കൊണ്ടുവരാൻ വേണ്ടി, പിശാചിൻ്റെ കള്ളത്തുരത്തങ്ങളകത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. ഇന്ന് ആരെങ്കിലും കുടുംബജീവിതത്തിനകത്ത് വിഷമവും തകർച്ചയും സങ്കടങ്ങളും അനുഭവിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അവിടെ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ തലയ്ക്കകത്ത് തോന്നിയോ, ഇത് ദൈവം അനുവദിച്ചതാ എന്ന് പറഞ്ഞ് അതിനെ പൊട്ടിച്ചു മാറ്റണം. ദൈവം അനുവദിച്ചതല്ല, നിങ്ങളുടെ സന്തോഷത്തിനെ. അതാണ് ജോൺ 10:10 നമ്മൾ വായിച്ചു. യോഹന്നാൻ 10:10. പിശാച് വരുന്നത് നന്മയെ കവർന്നെടുക്കാനാ. പിശാച് വരുന്നത് സന്തോഷത്തിനെ കട്ടെടുക്കാനാ. പിശാച് വരുന്നത് ആ ചെറുപ്പകാലത്ത് അനുഭവിക്കേണ്ട സുഖവും സമാധാനത്തോടും കട്ടെടുക്കാൻ വേണ്ടിയാ. ഇന്ന് അതിൻ്റെ എതിരെ നിന്നിട്ട് പറയണം, ഇല്ല, ദൈവം നല്ലവനാ, ദൈവം നൽകുന്നവനാ, ദൈവം നഷ്ടപ്പെട്ടു പോയതിൻ്റെ 4 ഇരട്ടി മടക്കി തരുന്നവനാ. യോഹന്നാൻ 10:10 പറയുന്നു, അതേസമയം യേശുവോ വന്നത് ജീവൻ നൽകുവാനും ജീവൻ സമൃദ്ധിയോടെ നൽകുവാൻ വേണ്ടിയാ. ഇന്ന് അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇന്ന് വിളിച്ചു പറയണം, ഹല്ലേലൂയ. പിശാചിൻ്റെ സകല ഭോഷ്കിനെ ഞാൻ പൊളിക്കുന്നു. യേശുവിൻ്റെ വചനത്താൽ ഞാൻ പിശാചിൻ്റെ സകല കള്ളത്തരങ്ങളെയും ഞാൻ പൊളിച്ചു കളയുന്നു. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. വിളിച്ചു പറയണം, ഞാൻ ഒരു കാര്യത്തിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല. പോട്ടെ, ഇത് സാരമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കത്തില്ല. ഹല്ലേലൂയ. എനിക്ക് നന്മ കണ്ടേ പറ്റത്തുള്ളൂ. യേശു വന്നത് നല്ലത് ചെയ്യാൻ വേണ്ടിയാ. യേശു വന്നത് നൽകാൻ വേണ്ടിയാ. അല്ലെങ്കിൽ ജന്മനാലെ കണ്ണുപൊട്ടനായ ചെറുപ്പക്കാരൻ, യോഹന്നാൻ 9-ാം അധ്യായം, ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. യേശുവിന് അവിടെ കൂടെ നടന്നിട്ട് പറയാമായിരുന്നു, അവൻ ജന്മനാലെ കണ്ണ് കാണാത്തവനല്ലേ, അവൻ ഇത്രയും നാളും അവൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചില്ലേ, അവൻ ഇത്രയും നാളും അങ്ങനെ ജീവിച്ചത് കാരണം ഇനി അങ്ങനെ അവൻ ജീവിച്ചോട്ട് എന്ന് യേശുവിന് ചിന്തിക്കാമായിരുന്നു. പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാത്ത കർത്താവ് അവിടെ ചെന്നിട്ട് അവനെ ജന്മനാൽ കുരുടനായിരുന്നവൻ്റെ കണ്ണുകളെ തുറന്നു. ഹല്ലേലൂയ. അവനോട് പറഞ്ഞു,
നീ ശിലോം കുളത്തിൽ പോയി നിന്റെ കണ്ണ് കഴുക. ഞാൻ പറയാം, അവൻ കഴുകിക്കളഞ്ഞത് അവൻ്റെ അകത്ത് കിടന്ന് ആ ചിന്തകളെ അവൻ കഴുകിക്കളഞ്ഞു. അവൻ്റെ അകത്ത് കിടപ്പുണ്ടായിരുന്നു, ഓ ഇത് ദൈവം അനുവദിച്ചതല്ലേ, ഇത് ദൈവത്താൽ വന്നതല്ലേ, സാരമില്ല, ഇത്രയും നാളും ഞാൻ ജീവിച്ചില്ലേ, ഇനി ഇതും കൊണ്ട് ഞാൻ അങ്ങ് ജീവിച്ച് മരിച്ചേക്കാം. അതിനെ കളഞ്ഞു. അല്ലെ, ഇത് എൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് കേട്ടോ. ഹല്ലിയ, ഇത് ദൈവവചനത്തിനകത്ത് പറയുന്ന അവനോട് യേശു പറഞ്ഞു ശിലോം കുളത്തിൽ പോയി കഴുകാനെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അവൻ്റെ അകത്ത് കിടന്ന ആറ്റിറ്റ്യൂഡ്സിനെ കഴുകിക്കളഞ്ഞു, അവൻ്റെ മനോഭാവത്തെ കഴുകിക്കളഞ്ഞു. ഹല്ലേലൂയ. അവൻ്റെ ചിന്താഗതികളെ മാറ്റി. ഹല്ലേലൂയ. അവനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് ഇനിയും അവൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ട. നല്ലവനും കൊള്ളുന്നവനുമായ കർത്താവ് വന്നു അവനെ തൊട്ടൊന്ന് സുഖമാക്കി. അവൻ്റെ കണ്ണേലൊന്ന് തൊട്ടു, അവൻ്റെ കണ്ണിൽ മണ്ണ് കുഴച്ചു തുപ്പൽ കുഴച്ചൊന്ന് തേച്ചു. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് അവനെ സുഖമാക്കി. യേശുവിന് സുഖമാക്കാതെ ഇരിക്കാമായിരുന്നല്ലോ. യേശുവിന് പറയാമായിരുന്നു, ഓ ഇവൻ ജന്മനാലെ കുരുടനല്ലേ, പോട്ടെ സാരമില്ല, ഇവന് അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ. പക്ഷേ യേശു പറഞ്ഞു ഇത് പറ്റത്തില്ല. ഇന്ന് ജീവിതത്തെ നോക്കിയിട്ട് പറയണം, പറ്റത്തില്ല, എൻ്റെ കുടുംബ സമാധാനം എടുത്തു കളയാൻ പറ്റത്തില്ല, ഇത് ദൈവത്തിൻ്റെ ഹിതമല്ല. ഹല്ലേലൂയ. ദൈവം വന്നത്, യേശു വന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനാണ് തന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബ സമാധാനം കവിഞ്ഞൊഴുകുന്നത് അനേകർ കാണണം. എനിക്ക് ആരോഗ്യമുള്ള ശരീരം അത് എൻ്റെ അവകാശമായി. എൻ്റെ ആരോഗ്യം ഒരു തുള്ളി പോലും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇന്ന് അവിടെ നിന്നിട്ട് പറയണം, യേശു കർത്താവ് വന്നത് നല്ലത് ചെയ്യാനാ, അവനിൽ നല്ലത് മാത്രമേ ഉള്ളൂ. പിശാച് വന്നത് ഇതെല്ലാം മോഷ്ടിക്കാനാ. ഇന്ന് പിശാചിൻ്റെ പരിപാടികളെ ഇന്ന് ഇവിടം കൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി മേലിൽ ഇത് ഞാൻ സമ്മതിക്കത്തില്ല. ഈ കുടുംബം എൻ്റെ അവകാശമാണ്, ഈ ശരീരം എൻ്റെ അവകാശമാണ്, ബാങ്ക് അക്കൗണ്ട് എൻ്റെ അവകാശമാണ്, ഞാൻ ജോലി ചെയ്യുന്നിടത്തെ സമാധാനം ഉയർച്ച എൻ്റെ അവകാശമാണ്, എൻ്റെ മക്കൾ പഠിക്കേണ്ടത് നല്ല കുഞ്ഞുങ്ങളായി നല്ല സ്വഭാവികളായിട്ട് അവർ വളരേണ്ടത്, ക്രിസ്തുവേശുവിൽ ഉന്നതരും പ്രശസ്തരുമായി അവർ തീരേണ്ടത് എൻ്റെ അവകാശമാണ്. അതിനെതിരായി നിൽക്കുന്ന സകല ഭോഷ്കിനെയും സകല കള്ളത്തരങ്ങളെയും സകല വേണ്ടാത്തതിനെയും ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ, ഇന്ന് യേശുവിൻ്റെ വചനത്താൽ ഞാനതിനെ ക്യാൻസൽ ചെയ്യുന്നു, അതിനെ നിർവീര്യമാക്കി കളയുന്നു. ഈ അറിവ് നമ്മളുടെ അകത്ത് എന്ത് കൊണ്ടുവരുമെന്നറിയോ? നമ്മൾക്ക് സ്വാതന്ത്ര്യം കൊണ്ടുവരും. നമ്മളത് അനുവദിക്കാതെ ഞാൻ ഇനി അത് സമ്മതിക്കത്തില്ല. എൻ്റെ വീട്ടിൽ ഞാൻ ക്ഷാമം, എൻ്റെ വീട്ടിൽ സ്വസ്ഥതക്കേട്, എൻ്റെ വീട്ടിൽ അസ്വസ്ഥത, ഇതൊന്നും ഞാൻ അനുവദിക്കത്തില്ല എന്ന് എവിടെ പിടിച്ചു നിന്ന് പറയുന്നോ അവിടെ പിശാചിന് അവൻ്റെ തന്ത്രങ്ങൾക്കും അവൻ്റെ സൈന്യങ്ങൾക്കും തല കുനിച്ചിറങ്ങിപ്പോയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് യേശുവിനെ വാഴ്ത്തണം, വിളിച്ചു പറഞ്ഞുകൊണ്ടേ നടക്കണം. യേശു വന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി നൽകുവാനും. ഇന്ന് വിളിച്ചു പറയണം, ദൈവം നല്ലവനാ. ഹല്ലേലൂയ. യേശു നല്ലത് മാത്രം ചെയ്തു. എൻ്റെ ജീവിതത്തിലും നല്ലത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു തിന്മ കണ്ടിട്ട് അവിടെ പറയല്ലേ, ഓ കഷ്ടം, ഇത് ദൈവം അനുവദിച്ചതാ, ഇത് ഞാൻ സഹിച്ചോട്ട് എന്ന് പറയല്ലേ. കർത്താവേ, ഇതൊന്ന് സഹിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ. അങ്ങനെയല്ല, അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് പറയണം, ഇത് ഞാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ഇതിനെതിരായി ദൈവത്തിൻ്റെ വചനം ഞാൻ എടുത്തുപയോഗിക്കും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നല്ലവനും വിശ്വസ്തനുമായ നല്ല കർത്താവിൽ നിന്ന് നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് അതിനകത്തുനിന്ന് പുറത്തിറക്കും, നമ്മളെ നന്മയ്ക്കകത്തേക്ക് കൊണ്ടുവരും. വേണ്ടാത്ത പ്രവൃത്തികളെല്ലാം ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ. കർത്താവ് നല്ലത് അനുവദിക്കുന്നവനാണ്. ഈ ചിത്രം എപ്പോഴും അകത്തുണ്ടായിരിക്കണം. ദൈവം നല്ലവനാണെന്നും ദൈവം നല്ലത് മാത്രമേ അനുവദിക്കത്തുള്ളെന്ന്. ഹല്ലേലൂയ. തിന്മയുടെ സകല പ്രവൃത്തികളും തിന്മയുടെ സകല ഫലങ്ങളും ഇന്ന് ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് നിർവീര്യമായി പോകട്ടെ. അതിനുവേണ്ടി എഴുന്നേറ്റ് നിൽക്കണം, കർത്താവിനോടൊപ്പം എഴുന്നേറ്റ് നിൽക്കണം. ഹല്ലേലൂയ. യേശു പോയ വഴിയിലെല്ലാം നല്ലത് മാത്രമേ ചെയ്തുള്ളൂ. ഇന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഇന്ന് നിന്നിട്ട് പറയണം, ഇത് ഞാൻ തിരിച്ചു പിടിക്കുന്നു, എൻ്റെ സ്ഥലത്തെ ഞാൻ തിരിച്ചു പിടിക്കുന്നു, എൻ്റെ സമാധാനത്തെ തിരിച്ചു പിടിക്കുന്നു, എൻ്റെ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കുന്നു, എൻ്റെ കുടുംബജീവിതത്തെ ഞാൻ തിരിച്ചു പിടിക്കുന്നു, എൻ്റെ സമ്പത്തിനെ ഞാൻ തിരിച്ചു പിടിക്കുന്നു. ഞാൻ അനുവദിക്കത്തില്ല, ഒരു ദൈവരാജ്യത്തിന് എതിരായ ഒരു കാര്യവും ഞാൻ അനുവദിക്കത്തില്ല. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ യേശുവിൻ നാമത്തിൽ.